ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. നിങ്ങൾക്ക് പ്രയോജനമുള്ള കുറേ കാര്യങ്ങളുമായാണ് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. വലിച്ചു നീട്ടുന്നില്ല, ഞാൻ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അധ്വാനിക്കുന്നവരാണ്. നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഒരു രണ്ടറ്റം കൂട്ടിമുട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടെ കഷ്ടപ്പെട്ട് വയർത്ത് ഒരുപക്ഷെ നമ്മൾ ഭക്ഷണം പോലും കഴിക്കാതെ രണ്ടറ്റം കൂട്ടിമുട്ടണം, അല്ലെങ്കിൽ ഒന്ന് ഉന്നതിയിലെത്തണം എന്ന് വിചാരിച്ച് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾക്ക് തുടക്കത്തിൽ നമ്മൾക്ക് എത്രമാത്രം ഗുണങ്ങൾ ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടുകൾ ലഭിച്ചിരുന്നു, ആ റിസൾട്ട് നമുക്ക് ഇപ്പോൾ കിട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഞാനൊരു ചെറിയ കഥയിലൂടെ നിങ്ങൾക്കത് പറഞ്ഞു തരാം. നമ്മളെ മാറ്റി തിരുത്തേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പണ്ടൊരിക്കൽ ഒരു മരം വെട്ടുകാരൻ ജോലി അന്വേഷിച്ച് തടിക്കാരൻ്റെ അടുത്തെത്തി. അവിടെ എത്തി തടിക്കാരനുമായി കണ്ട് സംസാരിച്ച് താൻ വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് തടിക്കാരനും മരം വെട്ടാൻ വന്ന ആളും തമ്മിൽ ശമ്പളത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ച ശേഷം ആ തടിക്കച്ചവടക്കാരൻ ഒരു മഴ ആ വ്യക്തിനെ ഏൽപ്പിച്ചു. മരം വെട്ടേണ്ട സ്ഥലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ മരം വെട്ടുകാരൻ ഒന്നാമത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ മരം വെട്ടി. വൈകുന്നേരമായപ്പോൾ കൂലി വാങ്ങാൻ വേണ്ടി തടിക്കച്ചവടക്കാരൻ്റെ അടുക്കലെത്തി. തടിക്കച്ചവടക്കാരൻ വന്നയുടനെ ചോദിച്ചു, എത്ര മരമാണ് ഇന്ന് വെട്ടിയത്? അത് കേട്ട് ആ മരം വെട്ടുകാരൻ മറുപടി പറഞ്ഞു, 18 മരം ഞാൻ വെട്ടി. അയാൾക്കത് പറയുമ്പോൾ വളരെ അഭിമാനമായിരുന്നു. ഞാൻ 18 മരം ഇന്ന് വെട്ടി. കൊള്ളാലോ, ഇങ്ങനെ വേണം. കച്ചവടക്കാരൻ അഭിനന്ദിച്ചു. തീർച്ചയായും അതുപോലൊരു അഭിനന്ദനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നേറാൻ ഒരുപാട് വാശിയായിരിക്കും, ഒരുപാട് പ്രചോദനമായിരിക്കും. അങ്ങനെ ആ മരം വെട്ടുകാരൻ പിറ്റേ ദിവസം മരം വെട്ടാൻ വേണ്ടി ആരംഭിച്ചു. തലേ ദിവസം 18 മരം വെട്ടിയത് ഇന്ന് അതിനേക്കാൾ കൂടുതൽ വെട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം നല്ലതുപോലെ അധ്വാനിച്ചു. പക്ഷെ അന്ന് വൈകുന്നേരം തടിക്കച്ചവടക്കാരൻ ചോദിച്ചപ്പോൾ എത്ര മരമാണ് വെട്ടിയതെന്ന് പറഞ്ഞത് വെറും 15 മരം മുറിക്കാനേ സാധിച്ചുള്ളൂ എന്നാണ്. അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അടുത്ത ദിവസം വന്നു, അതിൻ്റെ അടുത്ത ദിവസം വന്നു. അങ്ങനെ സർവ്വശക്തിയും ഉപയോഗിച്ച് അധ്വാനിച്ചു. അങ്ങനെ എങ്ങനെ മാത്രം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തിയും, ഒരുപക്ഷെ വെള്ളം പോലും കുടിക്കാതെ ഒരിക്കും അദ്ദേഹം ആ മരം വെട്ട് നടത്തിയിട്ടുണ്ടാവുക. അത്രമാത്രം കഷ്ടപ്പെട്ട്. കാരണം ഒരു ദിവസമെങ്കിലും ഒരെണ്ണം അധികം വെട്ടിയിട്ട് യജമാനൻ്റെ അല്ലെങ്കിൽ ആ തടിക്കച്ചവടക്കാരൻ്റെ വായിൽ നിന്ന് നല്ലൊരു അപ്രീസിയേഷൻ കേൾക്കണമെന്ന ആഗ്രഹത്തോടെ ചെല്ലുകയാണ്. അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും മുറിക്കാൻ സാധിക്കുന്ന മരത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അദ്ദേഹം എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മരം വെട്ടാണ്. ആ ഒരു മഴ ഉപയോഗിച്ചാണ് വെട്ടുന്നത്. പക്ഷേ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, മരത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. അങ്ങനെ അയാൾ യജമാനൻ്റെ അടുത്തെത്തി, ആ തടിക്കച്ചവടക്കാരൻ്റെ അടുത്തെത്തി തൻ്റെ മോശമായ പ്രകടനത്തിന് ക്ഷമ ചോദിച്ചു. എനിക്ക് കഴിയുന്നില്ല, തുടക്കത്തിൽ ആവേശം പോലെ എനിക്ക് വെട്ടാൻ കഴിയുന്നില്ല, ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് വിട വാങ്ങുകയാണ്, ഞാൻ നിർത്തി പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തടിക്കച്ചവടക്കാരൻ ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് അവസാനമായി നിങ്ങളുടെ മഴുവിന് മൂർച്ച കൂട്ടിയത്? മഴുവിന് മൂർച്ച കൂട്ടാൻ എനിക്ക് സമയം കിട്ടിയിട്ടേ ഇല്ല. ഞാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മരം മുറിക്കാൻ. ആ തിരക്കിൽ ഞാൻ മഴുവിൻ്റെ മൂർച്ച കൂട്ടാൻ നിന്നിട്ടില്ല. ഇതാണ് നമ്മുടെയും അവസ്ഥ. ഈ മരം വെട്ടുകാരനെ പോലെ നമ്മളും ജീവിതത്തിൽ വളരെയധികം അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് മുന്നേ കിട്ടിയിരുന്ന പോലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ കഴിവുകൾ, യോഗ്യതകളൊക്കെ ഇതുപോലെയാണ്. ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യം അനുസരിച്ച് നമ്മൾ ആ യോഗ്യതകളെയും കഴിവുകളെയൊക്കെ തേച്ചു മിനുക്കിയില്ലെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട ഫലം ലഭിക്കുകയില്ല, നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനും കഴിയുകയില്ല.
നമ്മൾ ഇന്നലെയുടെ മഹത്വം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ വ്യക്തിത്വത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി ഇന്നുകളും നാളെകളും നമ്മുടേതായി തീർക്കാൻ വേണ്ടി നമ്മൾ കഠിനമായി ശ്രമിക്കുക. ഇത് നമുക്ക് നല്ലൊരു ഉപകാരമായ മെസ്സേജ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.